ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്, അവർക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ പോസിറ്റീവ്ലി ആൻഡ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Messages from your person. Okay, I always feel connected to you. Okay, ഒരു സോൾ ടൈ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലോ ആയിരിക്കാം. ഇങ്ങനെ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് വരുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അവർക്ക് അറിയാൻ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയത്തും, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേഷനിൽ കഴിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ പോലും അവർക്ക് ഈ ഒരു കാര്യത്തിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ ഇപ്പോഴും അവർ വയ്ക്കുന്നുണ്ട്. ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. അപ്പോൾ ഇത്രയും നാളായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള യാതൊന്നും ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല, ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല, ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാവില്ല. ഇതെല്ലാം തന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹാവിങ് നെവർ ഫെൽറ്റ് പാഷൻ ദിസ് ഇൻറ്റൻസ്. അവർ വീണ്ടും നിങ്ങളോട് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ റിലേഷൻഷിപ്പ് പോലെ മറ്റൊന്നും അവരെ ഇത്രയും ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു കാര്യവും അവരുടെ ലൈഫിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത്രത്തോളം അവരുടെ ലൈഫിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇനിയും പല കാര്യങ്ങളും പരസ്പരം ഓപ്പണായിട്ട് പറയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനായിട്ട് തന്നെ ഒരുപാട് സമയം നിങ്ങൾ രണ്ടുപേരും സ്പെൻഡ് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് സോ ഒരു പുതിയ ചാപ്റ്റർ, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ച് എല്ലാ കാര്യങ്ങളും അതായത് കോംപ്രമൈസ് ചെയ്തൊരു പുതിയ ചാപ്റ്റർ തുടങ്ങണം. പഴയ കാര്യങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ടൊരു പുതിയ തുടക്കമുണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നു ഈ ഒരു സമയത്ത്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ അർഹിക്കുന്നത് എന്താണോ, നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ, നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്താണോ, അതെല്ലാം നൽകാനായിട്ട് ഈ വ്യക്തി പരാജയപ്പെട്ടു പോയി എന്നും അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുക, അത് സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് കൂടുതലായിട്ട് ഇടപെടേണ്ടി വരിക, അങ്ങനെ എന്തോ ചില ഇഷ്യൂസ് അവരുടെ ലൈഫിൽ ഉണ്ടായി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവേണ്ടി വന്നത് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. സത്യങ്ങളെല്ലാം അവർ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒത്തിരി നാളുകളായിട്ടും യാതൊരു കോൺടാക്റ്റും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അതൊരിക്കലും അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതല്ല. അവരുടെ പ്രവൃത്തി മൂലം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് തുറന്നു പറയാനുള്ള അവസരം ലഭിക്കാതെ പോയതിൽ ഒക്കെയും അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും കാര്യങ്ങൾ പോയിട്ടില്ല. അതായത് ചിലപ്പോൾ നിങ്ങൾ പിണങ്ങി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ
നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഇടയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതൊരിക്കലും അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതല്ല. ആൻഡ് പലപ്പോഴും അവർക്ക് നിങ്ങളുടെ മുന്നിൽ അവരുടെ തെറ്റുകളായാലും തുറന്നു പറയാനായിട്ടുള്ള മനസ്സുണ്ടായിട്ടില്ല. കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സുകൾ പോലും സംഭവിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും തന്നെ ലൈഫിൽ സംഭവിക്കില്ല, നിങ്ങളെ വിട്ട് ഈ വ്യക്തി എങ്ങോട്ടും പോകില്ല എന്നൊക്കെയാണ് അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് അവർ കാരണം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവർ നിങ്ങളോട് സോറി പറയാണ്. അതുപോലെ തന്നെ അതിൽ ഒരുപാട് അവർ ദുഃഖിക്കുന്നും ഉണ്ട്. ആൻഡ് ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് ഒരുപാട് പെയിൻ ഉണ്ടാകുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിക്കാത്തതിൻ്റെ പേരിൽ അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും ഈ പ്രണയം നിലനിൽക്കുന്ന ഒന്നാണ്, അത് ശാശ്വതമായിട്ടുള്ള ഒന്നാണെന്നുള്ളത് ആ വ്യക്തി നിങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൺ. ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കരുതായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഒന്നും തന്നെ അവരുടെ ലൈഫിൽ ഇല്ല. നിങ്ങളുടെ പ്രണയത്തിന് പകരമായിട്ട് ഇനി അവർക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല എന്ന് അവർ നിങ്ങളോട് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും അധികം അവർ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രണയമാണ്, നിങ്ങളാണ്, ഈ റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഒത്തിരി പേരും ഈ റീഡിങ്ങിൽ ക്ലൂസ് ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പലപ്പോഴായിട്ട് പല കമൻറ്റുകളിലൂടെയും പറയുന്നുണ്ട്, അല്ലാതെയും പറയുന്നുണ്ട്. സോ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ വീണ്ടും കുറച്ച് ക്ലൂസ് എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലൂസ് കണക്റ്റഡ് ടു ദിസ് റിലേഷൻഷിപ്പ്. ലെറ്റർ I, ലെറ്റർ R, ലെറ്റർ P, ലെറ്റർ W, letter F, letter K, letter R, letter S, letter B and letter J. ഈ ലെറ്റേഴ്സിനെല്ലാം ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട്. അതുപോലെ കളേഴ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് യെല്ലോ കളർ, പർപ്പിൾ കളർ, വൈറ്റ് കളർ, ഗ്രീൻ കളർ ആൻഡ് ബ്ലാക്ക് കളർ. ഈ കളേഴ്സിനും ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട്. 21, 7, 18, number 3, number 10, 38, 27, number 4, 19, 42, 48, 30, 30 ആണ്, 61. ഈ ലെറ്റേഴ്സിനൊക്കെയും ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട് ഇതിൽ. ആൻഡ് സെൻസിറ്റീവ്, പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയായിരിക്കാം. സെൻസിറ്റീവ്, ഹൈലി സെൻസിറ്റീവ് ആണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവാം. ആൻഡ് ഷോർട്ട് ടെമ്പേർഡ്, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാവാം. ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മ്യൂസീഷ്യൻ അല്ലെങ്കിൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വ്യക്തി മ്യൂസീഷ്യനായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്നവരായിരിക്കാം, പാട്ട് പഠിപ്പിക്കുന്ന വ്യക്തികളായിരിക്കാം. ആൻഡ് മെഡിക്കൽ ഫീൽഡ് കാണിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, ആ ഫീൽഡിൽ പഠിക്കുന്നവരോ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളിലേക്ക് കോഴ്സുകളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട്. അതുപോലെ ലോങ് ഹെയർ ആണ്. ഫാഷനബിളാണ്, അതായത് ഒരുപാട് ഫാഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം. ഡ്രൈവിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതൊരു ഹോബി തന്നെ അയക്കുന്ന വ്യക്തികളായിരിക്കാം. ക്രേസ് ഓൺ വെഹിക്കിൾസ് കാണിക്കുന്നുണ്ട്, അതായത് ചില വാഹനങ്ങളോടൊക്കെ പ്രത്യേക ക്രേസ് ഉള്ള വ്യക്തികളുണ്ടാവാം. ഓഗസ്റ്റ്, ജനുവരി, ഏപ്രിൽ,
ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.